ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഇന്ത്യയിലെ ടോപ്പ് 10 ഫീമെയിൽ ഇൻസ്റ്റഗ്രാം ക്രിയേറ്റേഴ്സ് ആരാണ് എന്ന് നമുക്ക് നോക്കാം. ആരാണെന്ന് നമുക്കറിയണ്ടേ? ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലെ ടോപ്പ് 10 ഫീമെയിൽ ഇൻസ്റ്റഗ്രാം ക്രിയേറ്റേഴ്സ് ആണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്തായാലും ടോപ്പ് 10 ഇതൊരു നല്ലൊരു ഇൻസ്റ്റഗ്രാമിലും റീൽസിലും ആരാണ് ടോപ്പിൽ നിൽക്കുന്നത്, ഇന്ത്യയിലാണ്, വേൾഡിലല്ല, ഇന്ത്യയിൽ ആരാണ് ടോപ്പ് 10. എല്ലാവർക്കും ഇത് ഭയങ്കര ക്യൂരിയോസിറ്റി കാണും, ആരാണ്, പിന്നെ എന്തുകൊണ്ടാണ്, എന്താണ് അവർ, എന്ത് കണ്ടൻറ്റാണ് ചെയ്യുന്നത്, അതൊന്നും കൂടെ പറഞ്ഞുതരാം. ഇത് നമുക്കൊരു വീഡിയോ, ഒരു ഫൺ വീഡിയോ പോലെ ഞാൻ ചെയ്യുക, കാരണം ടോപ്പ് 10 ആരാണെന്ന് അറിയണം, അതിന് വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ചെയ്യാം. ഇപ്പോൾ വലിയ കുറേ ക്രിയേറ്റേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവരെല്ലാം എങ്ങനെയാണ്, ആരാണ് ടോപ്പിലിരിക്കുന്നത് എല്ലാം നമുക്ക് കണ്ടറിയാം. അപ്പോൾ നമുക്ക് ആരാണെന്ന് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ, നിങ്ങൾ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ടോപ്പ് 1 ആരാണെന്ന് അറിയാൻ പറ്റുള്ളൂ. അങ്ങോട്ട് ഫുൾ ത്രില്ലാണ്, അത് കാരണം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആരാണ് ടോപ്പ് 10? ഇനി ടോപ്പ് 10 നമുക്ക് 10 മുതൽ 1 വരെയാണ് നമ്മൾ ചെയ്യുന്നത് വീഡിയോ, അപ്പോൾ അതനുസരിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ 10 തുടങ്ങാം നമുക്ക്. ടോപ്പ് 10 സേജൽ കുമാർ എന്ന് പറഞ്ഞ ആളാണ്. അതിൽ ഫാഷനും ലൈഫ് സ്റ്റൈൽ ട്രാവൽ കണ്ടൻറ്റുകളാണ് ചെയ്യുന്നത്. നല്ല റീച്ചുണ്ട്. അപ്പോൾ അതാണ് ഇൻസ്റ്റഗ്രാമിലെ 10ാം സ്ഥാനത്തുള്ളത്, റീൽസിലും എല്ലാം. പിന്നെ 9ാം സ്ഥാനത്തുള്ളതാണ് ഡോളി സിംഗ്. അത് കോമഡി പ്ലസ് റിലേറ്റബിൾ കണ്ടൻറ്റാണ് ചെയ്യുന്നത്, ഡോളി സിംഗ്. അതുകൊണ്ട് തന്നെ നല്ല മാസിക റീച്ചും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് 9ാം സ്ഥാനത്തുള്ളത് ഡോളി സിംഗ് ആണ്. പിന്നെ പറയുന്നത് 8ാം സ്ഥാനത്ത് കോമൽ പാണ്ഡെ എന്നാണ്. 8ാം സ്ഥാനത്തുള്ളത് കോമൽ പാണ്ഡെയാണ്. ഫാഷൻ റീൽസിൽ മാസീവ് ഇൻഫ്ലുവൻസ് ആണ് ഉള്ളത്. അപ്പം എന്തായാലും നമുക്ക് നോക്കാം, കാരണം ഇത് ആദ്യം നമുക്ക് ഫുള്ള് പറയാം, എന്നിട്ട് ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട് ഇവർക്ക് എത്രയാണ് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സും കാര്യങ്ങളെല്ലാം. പിന്നെ 7ാം സ്ഥാനത്തുള്ളത് മൃണാൾ പഞ്ചൽ. ഇന്ത്യയിലെ മോസ്റ്റ് ഫോളോയിഡ് വുമൺ ഇൻഫ്ലുവൻസർ ഫൗണ്ടേഴ്സിൽ ഒരാളാണ്. അതുകൊണ്ട് തന്നെ 7ാം സ്ഥാനത്താണ് മൃണാൾ പഞ്ചൽ. നിങ്ങൾ ഓർത്ത് വെച്ചോ. 7ാം സ്ഥാനത്തുള്ളത് മൃണാൾ പഞ്ചലാണ്. അപ്പോൾ 6ാം സ്ഥാനത്തുള്ളത് അങ്കിത ഛേത്രിയാണ്. ഷോർട്ട് ഫോം റീൽസ് ഓഡിയൻസിൽ ഹ്യൂജ് പോപ്പുലാരിറ്റി ലഭിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ അങ്കിത ഛേത്രിയാണ് 6ാം സ്ഥാനത്തുള്ളത്. ഇനി ടോപ്പ് 5 എത്തിയിട്ടുണ്ട്. 5 മുതൽ 1 വരെ ആരൊക്കെയാണ് എന്നാണ് ഇനിയാണ് ക്യൂരിയോസിറ്റി. നിങ്ങൾക്ക് കുറേ പേര് ഇവരെയൊന്നും ഞാൻ വലുതായിട്ട് കേട്ടിട്ടില്ല. ഞാൻ ജസ്റ്റ് എന്തോ കേട്ടിട്ടുണ്ട്, ഒന്ന് മൃണാൾ പഞ്ചലിനെ കേട്ടിട്ടുണ്ട്, അല്ലാതെ വേറെ ഒന്നും എനിക്ക് വലിയ പരിചയമില്ല. പക്ഷേ ഇത് ഇനിയുള്ള എനിക്ക് ഫേവറേറ്റാണ് എൻ്റെ ആൾക്കാർ, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണ്. ഇനിയിപ്പോൾ ടോപ്പ് 5 നിൽക്കുന്നത് വേറെ ആരുമല്ല, സ്റ്റെഫി സണ്ണിയാണ്. മോനെ, മലയാളി ക്രിയേറ്ററായിട്ട് പാൻ ഇന്ത്യ ഓഡിയൻസ് ബിൽഡ് ചെയ്ത ക്രിയേറ്ററാണ്, ഒരു രക്ഷയില്ലാത്ത ക്രിയേറ്ററാണ്. അതുകൊണ്ട് തന്നെ 1 പോപ്പുലാരിറ്റിയാണുള്ളത് സ്റ്റെഫി സണ്ണിക്ക്. അപ്പം എൻ്റെ ഒരു ഫേവറേറ്റും കൂടെയാണ്. അപ്പോൾ 5ാം സ്ഥാനത്തുള്ളത് സ്റ്റെഫി സണ്ണിയാണ്. പിന്നെ 4ാം സ്ഥാനത്തുണ്ട്. 4ാം സ്ഥാനത്ത് റിത തരാനയാണ്. അതും ഫേവറേറ്റാണ്, മലയാളി പ്ലസ് ഹിന്ദി. അപ്പം മൊത്തം പൊളിയാണ്. റിത തരാനയൊക്കെ നല്ല ഫേമസാണ്. എനിക്ക് നല്ലൊരു ഇഷ്ടമുള്ളൊരു കണ്ടൻറ് ക്രിയേറ്ററും കൂടെയാണ്. നല്ല രീതിയിൽ ഉള്ള കണ്ടൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഇടുന്നത്. നല്ല പ്രോത്സാഹനമാണ്. ഇപ്പം പുള്ളപ്പിന് വേണ്ടി ഇത് ചെയ്യുന്നു, കലസ്തനിക്ക് ചെയ്യുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. അതുകൊണ്ട് പിന്നെ അതിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മോട്ടിവേഷണൽ റിലേറ്റബിൾ റീൽസ് കൊണ്ട് ഹ്യൂജ് എൻഗേജ്മെൻറ്റ്, നല്ല രീതിയിൽ എൻഗേജ്മെൻറ്റ് വരുത്തുന്ന ആളാണ്. അപ്പം 3ാം സ്ഥാനത്തുള്ളത് കുഷ കപില എന്ന് പറഞ്ഞ് ടോപ്പ് 3 എത്തിയിട്ടുണ്ട്. 3ാം സ്ഥാനത്ത് കുഷ കപില ഇന്ത്യയിലെ മോസ്റ്റ് റിക്കഗ്നൈസബിൾ ഫീമെയിൽ ക്രിയേറ്റേഴ്സിൽ ഒരാളാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ടോപ്പ് 2 എത്തിയിട്ടുണ്ട്. ഇനി ആരൊക്കെയാണെന്ന് നോക്കാം. 2ാം സ്ഥാനത്ത് പ്രജാക്ത കോഹ്ലി എന്ന് പറഞ്ഞ ആളാണ്. ഇൻസ്റ്റഗ്രാമിൽ ഏകദേശം 8 മില്യൺ പ്ലസ് ഫോളോവേഴ്സ്, ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് ഫീമെയിൽ ഡിജിറ്റൽ ക്രിയേറ്റേഴ്സിൽ ഒരാളാണ്. 8 മില്യൺ പ്ലസ് ഫോളോവേഴ്സാണുള്ളത്. അപ്പോൾ അത്രയും നല്ല വലിയ ആളാണ്.
നല്ല കണ്ടൻറ്റുമാണെന്നാണ് പറയുന്നത്. പിന്നെ ഒന്നാം സ്ഥാനം, ഇനി ആരാണ് ഒന്നാം സ്ഥാനം? ഇതാണ് നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത്. ഒന്നാം സ്ഥാനത്തുള്ള ജന്നസ് സുബൈർ റഹ്മാനി എന്ന് പറഞ്ഞ ആളാണ്. ഇൻസ്റ്റഗ്രാം റീച്ച് ആൻഡ് ഫോളോവേഴ്സ് നോക്കിയാൽ ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് ഫീമെയിൽ ക്രിയേറ്റേഴ്സിൽ ഒരാളാണ്. 50 മില്യൺ പ്ലസ് ഫോളോവേഴ്സാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് ജന്നസ് സുബൈർ റഹ്മാനി. ഇനി ഇതിൽ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഇതിലേക്ക് ഫോളോ എത്ര മില്യൺ. ഇതിപ്പം ഒരു അപ്രോക്സ് ആണ്, കറക്റ്റ് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. ജന്നസ് സുബൈർ റഹ്മാനി 51.4 മില്യൺ സബ്സ്ക്രൈബേഴ്സാണുള്ളത് ഇൻസ്റ്റാഗ്രാമിൽ. അപ്പം പിന്നെ രണ്ടാം സ്ഥാനത്തുള്ളത് പ്രജാക്ത കോഹ്ലിയാണ്. പ്രജാക്ത കോഹ്ലി 8.7 മില്യൺ ആണുള്ളത്. ഇത് എല്ലാവർക്കും നല്ല കൂടുതലാണ്. പിന്നെ നമുക്ക് നോക്കാനാണെങ്കിൽ മൂന്നാം സ്ഥാനത്ത് കുഷ കാപ്പിലെയാണ്. ഉഷ കാപ്പിലേക്ക് 4.4 മില്യൺ ആണുള്ളത്. പിന്നെ റിത തരാനയ്ക്ക് 1.6 മില്യൺ ആണുള്ളത്. പിന്നെ സ്റ്റെഫി സണ്ണിക്ക് സണ്ണിക്കുള്ളത് 1 മില്യൺ ആയില്ല, 863K അതാണുള്ളത്. പിന്നെ നമുക്ക് നോക്കാനാണെങ്കിൽ അങ്കിത ഛേത്രിയാണ്. അങ്കിത ഛേത്രി എന്ന് പറയുമ്പോൾ അങ്കിത ഛേത്രി ഛേത്രിക്ക് 1.5 മില്യൺ ആണുള്ളത്. പിന്നെ മൃണാൾ പഞ്ചൽ, കോമൽ പാണ്ഡെ ഇവരെല്ലാം ഉണ്ട്. മൃണാൾ പഞ്ചലിന് എത്ര ഉണ്ടെന്ന് നമുക്ക് നോക്കാം. മൃണാൾ പഞ്ചലിന് 6.2 മില്യൺ ആണുള്ളത്. ഇതെല്ലാവർക്കും നല്ല റീച്ചുള്ള ആൾക്കാരാണ്. പിന്നെ കോമൽ പാണ്ഡെ ഉണ്ട് 1.9 മില്യൺ. ഇതെല്ലാവരും നല്ല റീച്ചാണ്, ബെസ്റ്റ് ക്രിയേറ്റേഴ്സാണ് ഇന്ത്യയിൽ ഇത് വെച്ച് നോക്കണമെങ്കിൽ. പിന്നെ സേജൽ കുമാറും ഡോളി സിംഗും ഉണ്ട്. ഇവർ രണ്ടുപേരും കൂടെ ഉണ്ട്. ഡോളി സിംഗിന് 1.8 മില്യൺ ആണ്. പിന്നെ സേജൽ കുമാറിന് 782K. ഇത്ര ആൾക്കാരാണ് ലിസ്റ്റിലുള്ളവർ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ആരെയാണ് ഫേവറേറ്റ് എന്ന് പറയണം. എനിക്ക് സ്റ്റെഫി സണ്ണിനെയും റിത തരാനെയും ഇഷ്ടമാണ്. എൻ്റെ ഫേവറേറ്റ് ക്രിയേറ്റേഴ്സാണ് അവർ. അപ്പം നിങ്ങൾക്ക് ആരാണ് ഫേവറേറ്റ് എന്ന് കമൻറ്റിലൂടെ അറിയിക്കും. എന്നിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെല്ലൈക്കനും കൂടെ ഓണാക്കി വെച്ചാൽ എന്നാൽ മാത്രമേ ഞാനിന്ന് ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വ്ലോഗുമായിട്ട് വീണ്ടും കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.